ആറാംഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്ന സൂചനകൾ ശക്തമായിരിക്കെ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 58 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക. തെരഞ്ഞെടുപ്പിലെ 5 ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞത് ബിജെപി ക്യാമ്പുകളെ വലിയ രീതിയിൽ ആശങ്കയിലാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഭൂരിപക്ഷം നഷ്ടമാകുമെന്ന സൂചനകളും ശക്തമാണ്. ഈ പശ്ചാത്തലത്തിൽ ശക്തമായ പ്രചരണവുമായി ബിജെപി മുമ്പോട്ടു പോകുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മോദി സർക്കാർ അദാനി സർക്കാരാണെന്നും രാജാവാകാൻ എപ്പോഴും ആഗ്രഹം മോദിക്കാണെന്നും ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽ ഗാന്ധി വിമർശിച്ചു. नरेंद्र मोदी की जो इमेज थी, आप सब जानते हो कि वो जो गुब्बारा था वो गुब्बारा फट गया, फटाक से गुब्बारा फट गया. പ്രതിപക്ഷത്തെ ശക്തമായി വിമർശിച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുപിയിലെ തെരഞ്ഞെടുപ്പ് റാലി. 7 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 58 മണ്ഡലങ്ങളിലേക്കാണ് 25-ന് വോട്ടെടുപ്പ് നടക്കുക. കർഷകരോഷം ശക്തമായ ഹരിയാനയിലും ഇന്ത്യ സഖ്യം കൈകോർക്കുന്ന ദില്ലിയിലും ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാകും. 2 സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യം ബിജെപിക്ക് വെല്ലുവിളിയാണ്. ദില്ലി മദ്യനയവും കെജ്രിവാളിന്റെ അറസ്റ്റും ജാമ്യവുമെല്ലാം പ്രചരണ ആയുധമാക്കിയിരിക്കുകയാണ് ഇരു മുന്നണികളും. ഉത്തർപ്രദേശിലെ 14 സീറ്റിലും ബംഗാളിലെയും ബീഹാറിലെയും 8 സീറ്റിലും ഒഡീഷയിലെ 6ഉം ജാർഖണ്ഡിലെ 4 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. ഈ സംസ്ഥാനങ്ങളിലും സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് ബിജെപി. ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹ്ബൂബ മുഫ്തി, ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ, കോൺഗ്രസ് നേതാവ് ദീപേന്ദ്ര സിംഗ് ഹൂഡ, കേന്ദ്രമന്ത്രി മനേകാ ഗാന്ധി തുടങ്ങിയ പ്രമുഖരും മത്സരരംഗത്തുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.